യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നത് ആത്മീയമായ വിഷയങ്ങൾക്ക് യാതൊരു വെള്ളം ചേർക്കാനും പാടില്ല എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ സംസാരിക്കുന്നതിന് കേൾക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അപ്പച്ചനെ കുറിച്ച് നല്ല ഓർമ്മകൾ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ അപ്പച്ചനെ ഓർത്ത് താൻ ചെയ്ത നല്ല മാതൃപരമായ കാര്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അത് കേൾക്കുവാനായിട്ട് അത് കാണുവാനായിട്ട് കഴിയില്ലല്ലോ എന്നുള്ള ദുഃഖം എന്നെ നന്നായി ഭരിക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായി നിറവേറ്റുവാനായിട്ട് ദൈവതയാക്കി ആ പ്രകാരം അപ്പച്ചൻ യോഗത്തിൽ മാറ്റപ്പെട്ടു. നിജത്തില് പർവീസയില് അപ്പച്ചൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും കർത്താവിന്റെ വരെയെങ്കിൽ തീർച്ചയായിട്ടും അപ്പച്ചൻ എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ ദൈവത്തിനുള്ള അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തുന്നതിനുള്ള പ്രത്യാശ ഞങ്ങളുടെ ഓരോരുത്തർക്കുണ്ട്. അതിന് സഹായിക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയുന്നത് അധികമാകില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്ന സമയത്ത് അപ്പച്ചനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കാര്യം പറയാൻ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാറുണ്ടെന്ന് പറയുമ്പോൾ അപ്പച്ചനും അവരുടെ സൈഡിലാണ് പിടിക്കുന്നത്, എന്റെ സൈഡിൽ പിടിക്കുന്നത്. എനിക്ക് വളരെ വേദന തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പിന്നീട് മനസ്സിലായി അപ്പച്ചന് വിദ്യാഭ്യാസ പഠിപ്പിക്കുന്ന ഉദ്യോഗമുള്ള കാര്യങ്ങളൊക്കെ വളരെ കഠിനമായ കാര്യങ്ങൾ ഉദ്യോഗങ്ങളിൽ തൽപരനായിരുന്നു ഞാൻ ഓർക്കാനായിട്ട് കഴിയുന്നു. ആ ഒരു ഈ കുടുംബത്തിന്റെ മാതൃകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന അപേക്ഷ ദൈവമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദർഭത്തിൽ എന്റെ ഇളയ സഹോദരങ്ങളായിട്ട് അവർ ജോലി ചെയ്യുന്ന കുടുംബമായി റോബിൻസും ലൈബ്രറിയും അവരുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളും അവരുടെ കണ്ടോളൻസ് ഈ ഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഞാൻ സഭയുടെ എല്ലാ സഹോദരി സഹോദരന്മാരുടെ നാമത്തിൽ അവരുടേതായ ദുഃഖവും ഐശ്വര്യവും സമയത്ത് അറിയിച്ചിട്ടുണ്ട്. എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം ഇതിലേക്ക് പാട്ടപ്പെടുന്നതാണ്. സമയം വളരെ കൃത്യമായിട്ട് പാലിച്ചാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് ഞാൻ പറയുകയാണ്. അവരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് പ്രത്യേക വളരെ നന്ദിയുണ്ട്. അത് തന്നെ തുടരണം, ആ രീതി തന്നെ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചേട്ടന് ആവശ്യമില്ല കഴിഞ്ഞ 47 വർഷക്കാലം ഈ ലോകത്തിൽ തീരുമാനമെടുക്കും ദൈവം സഹായിച്ചു. തന്റെ പല കാലഘട്ടങ്ങളിലും വെളിവുള്ളമായ കാലഘട്ടങ്ങളിലും അനുഭവമായ കാലഘട്ടങ്ങളിലും ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ ഭയപ്പെട്ടു, വിശുദ്ധിയിലും നീതിയിലും ജീവിക്കാൻ താൻ ആഗ്രഹിച്ചു. അതാണ് തന്നെയായിരുന്നു. കഴിഞ്ഞ 63 വർഷക്കാലം അമ്മച്ചിയും ഒപ്പമുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. പോലെ ഉടനക്കഴിയെ പോലെ താൻ കൂടെ ഉണ്ടായിരുന്നു. അനേക ശിശുക്കളുടെ അമ്മച്ചിക്ക് ദൈവാത്മ സാധിച്ചു. തനിക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മച്ചിക്ക് തുണയായിട്ടുണ്ടായിരുന്നു. പല കുടുംബങ്ങളുണ്ട്. ഒന്നിൽ പിതാവില്ല, ഒന്നിൽ മാതാവില്ല, ഇങ്ങനെ നടക്കുന്നു. എന്നാൽ അവരും അമ്മച്ചിരുന്ന വലിയ സൗഭാഗ്യമാണ്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഞാൻ അമ്മച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് കാര്യം വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ലായിരുന്നു. കാര്യസ്ഥലത്തും തീരുന്നുണ്ടായിരുന്നു. അവസാനങ്ങളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തികൾ ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിലാണ് എന്റെ മകൻ അമേരിക്കയിൽ നടന്നത്. പെട്ടെന്ന് നിർമ്മാണം സാധിച്ചു. അവൻ അടുത്ത ഒക്ടോബറിൽ വരാനാണ് ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ കടന്നു. അപ്പച്ചന്റെ കൂടെ ഒരാഴ്ചക്കാലം അച്ഛൻ്റെ കൂടെ അയപ്പാനും മക്കളെയും കൊച്ചുമക്കളുടെയും കൊച്ചു മക്കളുടെയും മകനെയും കാണുവാനുള്ള
അവൻ പോകുന്ന ഫോട്ടോ എല്ലാം എടുത്തു. 4 തലമുറയുടെ ഫോട്ടോ അവന്റെ ക്യാമറയിൽ സൂക്ഷിച്ചിരുന്നു. വളരെ സന്തോഷപ്രദമായി എന്റെ ജീവിതം. ആ ദിവസം കിട്ടാൻ വളരെ ഉത്സാഹവും അതീവ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഞാൻ യാത്രയെ ക്യാമറയിൽ പോയപ്പോൾ ആണ് കാര്യങ്ങൾ തുടങ്ങി പറഞ്ഞത്. ചെറുതായിട്ട് വീഴ്പാടുകൾ ഇടയായിരുന്നു. എന്റെ സമുദ്രത്തിൽ കടന്നു, കോൺക്രീറ്റിൽ കടന്നു. അവൻ കുടുംബമായിട്ട് അപ്പത്തിനെ സൂക്ഷിപ്പാണെന്ന് ഇടയായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കഴിയുകയും ഇന്നല്ലെങ്കിൽ കടന്നു ആഗ്രഹിച്ചത്. എന്നാൽ ബുധനാഴ്ച രാവിലെ എന്റെ അപ്പച്ചൻ വീണു. പക്ഷെ പ്രവേശിച്ചു. നാം ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരും ദൈവത്തിന് യാതൊന്നും അപ്രതീക്ഷിതമാണ്. തന്റെ ഭക്തന്മാരുടെ നമ്മൾ കഴിയുന്നതാണ്. നാം ചിന്തിക്കുന്ന പോലെ ഈ സ്ഫോടനത്തിന്റെ എന്ന് മാത്രമേ പലവട്ടം കഴിയുള്ളൂ. തനിക്ക് നീക്കണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റിരുന്നു. താൻ കണ്ണടച്ചു. തന്റെ കയ്യിലേക്ക് മാറി. ഇത്രമാത്രമേ സംഭവിച്ചു. ദൈവത്തെ വിശ്വസന ഒരു കഷ്ടപ്പാട് അനുഭവിക്കാതെ തന്റെ ലോകത്തിന്റെ ദൈവം അവിടുത്തെ സ്ഥലത്തേക്ക് ചേർത്ത് ഇന്ന് താങ്കളെ സന്തോഷിക്കും. അമിതമായി സന്തോഷിക്കും. ഈ ലോകത്തെ വേറെല്ലാം മാറ്റി ഇനി വേറൊന്നില്ല, ദുഃഖമൊന്നുമില്ല. അമിതമായ സന്തോഷത്തിൽ ദൈവത്തെ ഞാൻ മഹോന്നതമായ മുഖം കണ്ടുകൊണ്ട് താഴ്ന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. എന്റെ ഇടയിലുള്ള രാജ്യം ഭാവിയും ഒരു വർഷം അമേരിക്കയിലേക്ക് പോകാൻ ഇടയായിരുന്നു. അതിനും അവരുടെ ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെയും ഞാൻ അപ്പനെ ശുശ്രൂഷ ഇടയായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ജസിക്കും അപ്പച്ചനെ ശുശ്രൂഷ. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ അപ്പച്ചനെ ശുശ്രൂഷ ഇടയാകുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അപ്പച്ചനെ പുറത്തുമ്പോൾ ധന്യമായ ക്രിസ്തീയ ജീവിതമായി ക്രിസ്തീയ കുടുംബ ജീവിതം ആയിരുന്നതെന്ന് എനിക്ക് പറയാനുള്ള അതിയായ സന്തോഷം. ഞങ്ങൾ 4 മക്കളാണ്. പക്ഷെ ഈ ഈസ് വെരി ഡിസിപ്ലിൻ പേഴ്സൺ. ഓരോ കാര്യത്തിലും തനിക്ക് തന്റേതായ വ്യക്തിത്വം താൻ നിലനിർത്തിയിരുന്നു. മക്കളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ, അതുപോലെ ഉപദേശിക്കുന്ന കാര്യത്തിൽ, ആത്മീയമായി വളർത്തുന്ന കാര്യത്തിൽ, ദൈവത്തിൽ വളർത്തുന്ന കാര്യത്തിൽ താൻ വളരെ ഡിസിപ്ലിനായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ നിർത്തുവാണെന്ന് പറയാത്തത്. താനൊരു പ്രാർത്ഥനാ മനുഷ്യനായി. അനേക കാര്യങ്ങൾ ഓർത്തുകൊണ്ട് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്നുപോലും മറന്നുപോകാം. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും മറന്നുപോകും. എന്നാൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പോലും മറന്നുപോകാം. എല്ലാ കാര്യങ്ങളും ഒരുപോലെ, സഭയുടെ കാര്യമായാലും ആത്മീയ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഓർത്ത് താൻ ഈ ദിവസങ്ങളൊക്കെയും പ്രാർത്ഥിക്കുമായിരുന്നു. അത് സാറിനൊക്കെ അറിയാം. ക്രിസ്തുവാറൊക്കെയും വന്ന് കാണുമ്പോൾ മൈലപ്ര സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമേ താൻ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഹോദരന്മാരുടെ ആത്മീയമായ ഉയർച്ച അത് മാത്രമേ താൻ ലക്ഷ്യമാക്കിയിരുന്നു. ഈ ലോകത്തിലെ ഭൗതികമായ മരണങ്ങളൊന്നും താൻ ലക്ഷ്യമാക്കിയിരുന്നില്ല. എങ്ങനെ സഹോദരന്മാർക്ക് ആത്മീയമായ ഉത്തേജനം കൊടുക്കാൻ സാധിക്കും, എങ്ങനെ അവരെ നല്ല ക്രിസ്തീയ ജീവിതം ദൈവമായിട്ട് വിശുദ്ധി നീതി കീഴ്പ്പെടുത്താൻ സഹായിക്കും എന്നുള്ളത് തന്നെ ചിന്തയായിരുന്നു. അങ്ങനെ തന്നെയാണ് താൻ ജീവിച്ചത്. അനേക ഉപദേശിച്ചത്. ഈസ് എ ഗ്രേറ്റ് ടീച്ചർ. അതൊരു അധ്യാപകനായി ശിക്ഷകളൊക്കെ പലരുടെ ഇരിപ്പുണ്ട്. അനേകരുടെ പതിനാണെന്ന് പ്രതീക്ഷിക്കുന്നു. സൺഡേ സ്കൂളിലായാലും സ്കൂൾ പഠിക്കുന്ന കാര്യത്തിലായാലും താൻ വളരെ ഡിസിപ്ലിൻ പേഴ്സണായിരുന്നു. അതെവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ഞങ്ങളുടെ തലമുറയിൽ മുൻതലമുറയിൽ പലർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ ആത്മീയ ശുശ്രൂഷ വളരെ ഉത്തേജനത്തിരിക്കുന്നു. അന്യമായ പ്രോത്സാഹനം നൽകുന്നതുമായും പേഴ്സണാലിറ്റി.
താൻ എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും തന്റേതായ വ്യക്തിത്വം താൻ നിലനിർത്തിയിരുന്നു. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറിയുന്നില്ല. ഈ കാര്യമായി ചെയ്യേണ്ട അതേ കാര്യങ്ങൾ താൻ ചെയ്തു ഞാൻ ഓർപ്പിച്ചത്. ആ കാലഘട്ടങ്ങളൊക്കെയും ഇവിടെ ചെയ്യുവാൻ സാധിക്കുന്ന അനേക കാര്യങ്ങൾ താൻ ചെയ്തുവെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കുടിവെള്ളം ദൗർലഭ്യമായിരുന്നു. അവിടെയെല്ലാം കൈപ്പിടുവാൻ താൻ സാധിച്ചു. അത് താൻ പരിപാടി പ്രവർത്തിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ പല കാര്യങ്ങളും തന്റേതായ വ്യക്തിത്വം, ഭൗതികമായ കാര്യങ്ങളായാലും ആത്മീയ രംഗത്തായാലും തന്റേതായ വ്യക്തിത്വം താൻ നിലനിർത്തി. ഇതിലൊക്കെ വലിയ 100% വിശുദ്ധി ജീവിപ്പാൻ ആഗ്രഹിച്ചു. അത് അങ്ങനെ തന്നെയായിരുന്നു. ഒന്നിനും തന്നെ വ്യതിരിച്ചിരുന്നു. ആത്മീയകാര്യത്തിന് യാതൊരു വ്യത്യാസവും കാണിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും താൻ സാധാരണ ചർച്ച ചെയ്യുകയും അനേക കാര്യങ്ങളെ അവർ ഉത്ബോധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന താൻ പതിവായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആത്മീയമായിട്ട് അനേക വളർന്നു വരണമെന്ന് ഏക ഉദ്ദേശത്തോട് ദൈവത്തെ വിശ്വസിച്ചു. ഞാൻ നല്ല വിശ്വാസം ഉണ്ടാകും. ഞാൻ ഇത് കീഴിൽ വെച്ചിരിക്കുന്നെന്ന് പറയുന്ന പോലെ എനിക്ക് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമാണ് നല്ല നിശ്ചയിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മേഖലകളിൽ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരെയും സഹോദരിയും നമുക്ക് കാണാം. ആ വലിയ പ്രത്യാശ നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുന്നു. ഏക സഹോദരൻ KP മാത്യു കുറച്ച് സമയം മാത്രം എടുക്കാവൂ എന്ന് എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു ക്ലോക്കുണ്ട്. 9:25 5 മിനിറ്റ് പോകുമ്പോൾ 9:30 തീർക്കണം. പക്ഷേ മുമ്പിലത്തെ ക്ലോക്ക് അനുസരിച്ചായിരിക്കും ഞാൻ 9:30 തീർന്നത്. അത്രയ്ക്ക് മുമ്പിലത്തെ ക്ലോക്ക് 9:25, പിന്നിലത്തെ ക്ലോക്ക് 10 ആകുമ്പോൾ എൻ്റെ സംസാരം ചെയ്യും. അനുസ്വപ്നമായിട്ടല്ല ഞാൻ പറയാൻ പോകുന്നത്. ചില സംഭവങ്ങൾ നിങ്ങളുടെ പക്ഷേ ഇതുവരെ അറിഞ്ഞില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിനൊന്നും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്മെ വിട്ടുകിടന്ന പോലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നേക്കാൾ 3 വയസ്സ് പ്രായം കൂടുതലുള്ള ആളാണ്. എനിക്ക് 5 വയസ്സാകുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. വീട്ടിലേതോ കുസൃതി കാണുന്നതിന് പിതാവ് ചുവൻകൊടി എടുത്ത് കൊണ്ടുവരാനായിട്ട് പോകുന്നു. ഇദ്ദേഹം വീട്ടിലിറങ്ങി ഒറ്റോട്ടമാണ്. പിതാവ് പിന്നാലെ പിടിക്കാനായിട്ട് ഓടി 5 വട്ടം എൻ്റെ വീട് ചിലൂടെ എന്നാണ് പറയുന്നത്. 5 വട്ടം പിടിയിട്ടില്ല. ഒടുവിൽ കുറച്ചുകൂടെ ആ പിടിവിടണ്ടെന്ന് പറഞ്ഞിട്ട് താമസിപ്പിച്ച് ഈ മകനെ അവരുടെ കയ്യിൽ നിന്നുകൊണ്ട് സമാധാനമായിട്ട് കാര്യങ്ങൾ അടിയൊന്നും ഉണ്ടായില്ല. അന്ന് തുടങ്ങിയ ഓട്ടം ഒരടിയും കൊള്ളാതെ 87-ാം വയസ്സിൽ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അവസാനിപ്പിച്ചു. ഒരടിയും ആരോടും വാങ്ങിച്ചിട്ടില്ല. അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരോട് ദൂഷിച്ച് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു പ്രാവശ്യത്തെ ഉപദേശിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദേശിച്ചാൽ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയാൻ ഒരു ഗണം. 1942 ഹൈസ്കൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നതുകൊണ്ട് എന്റെ പിതാവ് അതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ 2 ദിവസത്തേക്ക് താൻ ഭക്ഷണം കഴിക്കാൻ ഉപദേശിച്ച് പ്രാർത്ഥിക്കാൻ ഒടുവിൽ തോമലെ അച്ഛനും പതാക അച്ഛനും വന്ന് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തന്നെ കോളേജിൽ ചേർത്തു. അത് പറയുകയാണ് തോമലെ അച്ഛൻ പറഞ്ഞത്. ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഹൈസ്കൂൾ പാസ്സായത് തന്നെ നമ്മുടെ ഗ്രാമത്തിൽ കുറവാണ്.